ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ LDC LGS എക്സാമിന് വേണ്ടിയുള്ള പരിശീലന ചോദ്യങ്ങളാണ്. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപവൽക്കരിച്ച വർഷമേത്? എന്നാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപവൽക്കരിച്ചത്? 1934. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിക്കാൻ മുൻകൈയെടുത്തത് ആചാര്യ നരേന്ദ്രദേവും ജയപ്രകാശ് നാരായണുമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ കിഴക്കൻ മലനിരയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കിഴക്കൻ മലനിരയിൽ ഉൾപ്പെടാത്തത് സിവാലിക്കാണ്. സിവാലിക്ക്. സോജില ചുരം ബന്ധിപ്പിക്കുന്നത് ശ്രീനഗർ, കാർഗിൽ. സോജില ചുരം ബന്ധിപ്പിക്കുന്നത് ശ്രീനഗറിനെയും കാർഗിലിനെയുമാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷമേത്? 2010. 2010 പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ 38ാമത് കടുവാ സംരക്ഷണ കേന്ദ്രമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. കേരളത്തിലെ നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം. കേരളത്തിലെ നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ്. ചന്ദ്രലക്ഷ എന്നത് ഏത് വിളയുടെ സങ്കര ഇനമാണ്? തെങ്ങ്. ചന്ദ്രലക്ഷ തെങ്ങ്. 2024 ഹരിവരാസനം പുരസ്കാര ജേതാവ്. 2024 ഹരിവരാസനം പുരസ്കാര ജേതാവ് PK വീരമണിദാസൻ. PK വീരമണിദാസൻ. ഏത് പ്രശസ്ത മലയാള കവിയുടെ 100ാം ചരമവാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? കുമാരനാശാൻ. കുമാരനാശാൻ്റെ 100ാം ചരമവാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്. ജമ്മു കശ്മീരിലെ രജൗറി, പൂഞ്ച് മേഖലകളിലെ ഭീകരാക്രമണങ്ങൾക്കെതിരെ കരസേന നടത്തിയ സൈനിക നടപടി. ജമ്മു കശ്മീരിലെ രജൗറി, പൂഞ്ച് മേഖലകളിലെ ഭീകരാക്രമണങ്ങൾക്കെതിരെ കരസേന നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സർവശക്തി. ഓപ്പറേഷൻ സർവശക്തി. 2022 പത്മവിഭൂഷൺ ലഭിച്ച പ്രഭാ ആത്രേ എന്ന വ്യക്തി 2024 ജനുവരിയിൽ അന്തരിച്ചു. ഏത് മേഖലയിൽ പ്രസിദ്ധയായിരുന്നു പ്രഭാ ആത്രേ? ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ. ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയായിരുന്നു പ്രഭാ ആത്രേ. ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ജനുവരി 12. ജനുവരി 12 ദേശീയ യുവജന ദിനം. താഴെ തന്നിരിക്കുന്നവയിൽ കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗം. കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗമാണ് ന്യൂമോകോണിയോസിസ്. ന്യൂമോകോണിയോസിസ്. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ നടപ്പിലാക്കുന്ന താലോലം പദ്ധതി ആരംഭിച്ചത് 2010. 2010 താലോലം പദ്ധതി ആരംഭിച്ചത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ചികിത്സാ സഹായവും ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്നതിനായി 2018 നവംബർ 1 കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ചികിത്സാ സഹായവും ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്നതിനായി 2018 നവംബർ 1 കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആവാസ്. ആവാസ്. 18 വയസ്സിന് താഴെയുള്ള ജന്മനാ ഹൃദ്രോഗമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി. 18 വയസ്സിന് താഴെയുള്ള ജന്മനാ ഹൃദ്രോഗമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഹൃദ്യം. ഹൃദ്യം.
കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്ന വർഷം. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് 2008 2008. ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 7. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. കേരള കലാമണ്ഡലത്തിൻ്റെ നിലവിലെ വൈസ് ചാൻസലർ. കേരള കലാമണ്ഡലത്തിൻ്റെ നിലവിലെ വൈസ് ചാൻസലറാണ് ബി അനന്തകൃഷ്ണൻ. ബി അനന്തകൃഷ്ണൻ. മോണയിലുണ്ടാകുന്ന പഴുപ്പും രക്തസ്രാവവും താഴെ തന്നിരിക്കുന്നവയിൽ ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ്? മോണയിലുണ്ടാകുന്ന പഴുപ്പും രക്തസ്രാവവും ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ്? സ്കർവി. സ്കർവി. വിറ്റാമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് തുടയെല്ല്. തുടയെല്ല്. ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ pH മൂല്യം എത്രയാണ്? ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ pH മൂല്യം 1 മുതൽ 3 വരെയാണ്. 1 മുതൽ 3 വരെ. ചുവടെ തന്നിരിക്കുന്നവയിൽ ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതെല്ലാം? ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ് എംഫിസീമ, ബ്രോങ്കൈറ്റിസ്. ഗ്ലോക്കോമ കണ്ണിനെയും ഹെപ്പറ്റൈറ്റിസ് കരളിനെയുമാണ് ബാധിക്കുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി. താഴെ തന്നിരിക്കുന്നവയിൽ ആൻറ്റിബോഡികളില്ലാത്ത രക്തഗ്രൂപ്പ് ഏത്? ആൻറ്റിബോഡികളില്ലാത്ത രക്തഗ്രൂപ്പ് എ ബി. രക്തഗ്രൂപ്പ് എ ബി. ചുവടെ തന്നിരിക്കുന്നവയിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുന്നത്? എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുന്നത് സ്നേഹസാന്ത്വനം പദ്ധതി. സ്നേഹസാന്ത്വനം പദ്ധതി. നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകൾ ഡൂണുകൾ എന്നറിയപ്പെടുന്നു. ഡൂണുകൾ കാണപ്പെടുന്നത് ഹിമാലയത്തിൻ്റെ ഏത് പർവ്വതനിരയിലാണ്? സിവാലിക്. ഡൂണുകൾ കാണപ്പെടുന്നത് സിവാലിക്കിലാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ്? കൊച്ചിയിൽ. കൊച്ചിയിലാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി. മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ പെട്ടിമുടി ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? പെട്ടിമുടി ഏത് ജില്ലയിലാണ്? ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ് പെട്ടിമുടി. ഇരവികുളം, പാമ്പാടും ചോല, സൈലന്റ് വാലി, മതികെട്ടാൻ ചോല ഇവയിൽ വേറിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏത്? ഇരവികുളം, പാമ്പാടും ചോല, മതികെട്ടാൻ ചോല ഇവ മൂന്നും ഇടുക്കി ജില്ലയിലാണ്. എന്നാൽ സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി.